കാസർഗോഡ് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഫ്ളാറ്റുകൾ കാട് കയറി നശിക്കുന്നു. ചെമ്മനാട് പഞ്ചായത്തിലെ ചട്ടഞ്ചാൽ ബണ്ടിച്ചാലിലാണ് 90% നിർമ്മാണം പൂർത്തിയായിട്ടും 44 ഫ്ളാറ്റുകൾ തുറന്നു നൽകാൻ സാധിക്കാത്തത്. നിർമ്മാണ സാമഗ്രിയുടെ വില ഉയർന്നിട്ടും കരാർ കമ്പനിക്ക് ആവശ്യമായ തുക സർക്കാർ അനുവദിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. നിർമ്മാണം നിലച്ചതോടെ നിർധനരും നിരാശ്രയവുമായ നിരവധി കുടുംബങ്ങളുടെ പ്രതീക്ഷകളും തുരുമ്പെടുക്കുകയാണ്. സാധാരണക്കാരന്റെ പ്രതീക്ഷയും ആശ്വാസവുമാണ് ലൈഫ് പദ്ധതി. പക്ഷേ ഇതിന് നിർമ്മാണത്തിലെ കെടുകാര്യസ്ഥതകൾ നിരവധിയാണ്. കാസർഗോഡ് ചെമ്മനാട് പഞ്ചായത്തിലെ ചട്ടഞ്ചാലിലെ ഈ ഫ്ളാറ്റ് സമുച്ചയം തന്നെ ഉദാഹരണം. സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി ചെമ്മനാട് പഞ്ചായത്തിലെ ചട്ടഞ്ചാലിനടുത്ത ബെണ്ടിച്ചാൽ മൊട്ടയിലായിരുന്നു ഫ്ളാറ്റ് നിർമ്മിച്ചത്. ഹൈദരാബാദ് ആസ്ഥാനമായ സ്വകാര്യ കമ്പനിയാണ് 6.50 കോടി രൂപ ചെലവഴിച്ച ഫ്ളാറ്റ് സമുച്ചയം ഒരുക്കിയത്. പരമ്പരാഗതമായ വീട് നിർമ്മാണ രീതികളിൽ നിന്ന് വ്യത്യസ്തമായി LGSF പ്രീഫാബ് എന്ന ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് 50 സെന്റ് സ്ഥലത്ത് 4 നിലകളിലായി 511 ചതുരശ്ര അടി വിസ്തീർണമുള്ള 44 വ്യക്തിഗത ഫ്ളാറ്റുകൾ നിർമ്മിച്ചത്. GI കോട്ടിങ്ങുള്ള സ്റ്റീലാണ് നിർമ്മാണത്തിന് ഉപയോഗിച്ചത്. വെള്ളപ്പൊക്കം, ഭൂകമ്പം എന്നിവയെ അതിജീവിക്കുന്ന രീതിയിലായിരുന്നു നിർമ്മാണം. എന്നാൽ പുകൾപ്പറ്റ രീതിയിൽ നിർമ്മിച്ച ഫ്ളാറ്റിന്റെ ഇന്നത്തെ അവസ്ഥ സർക്കാർ സംവിധാനങ്ങളുടെ കെടുകാര്യസ്ഥതയുടെ മറ്റൊരു മാതൃക ഉദാഹരണം മാത്രം. ഇത് 10 വർഷത്തോളമായി ഇങ്ങനെ ഇത് കിടക്കുന്നത്. ഫുള്ള് ഈ തുരുമ്പിടിച്ച അവസ്ഥയിലാണ് ഇവിടെ കാണപ്പെടുന്നത്. അതിന് എന്ത് വഴി എന്നുള്ളത് ഞങ്ങൾക്ക് അറിയത്തില്ല. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഫ്ലാറ്റ് അതാത് ഉടമസ്ഥയ്ക്ക് കൊടുക്കാനുള്ള ഒരു സംവിധാനം എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം എന്നുള്ളത് സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഫ്ളാറ്റ് നിർമ്മാണത്തിനിടെ കോവിഡ് വ്യാപനകാലത്ത് കണക്കുകൂട്ടൽ തെറ്റിയെന്നും സ്റ്റീലിന്റെ ഉൾപ്പെടെ വില വലിയ തോതിൽ ഉയർന്നതുകൊണ്ട് നിർമ്മാണം വേണ്ട സമയത്ത് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ലെന്നും കമ്പനി അധികൃതർ പറഞ്ഞു. ഇതേ തുടർന്ന് കരാർ തുക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് കമ്പനി സർക്കാരിന് കത്ത് നൽകിയെങ്കിലും സർക്കാർ തുക വർദ്ധിപ്പിച്ച് നൽകിയില്ല. തുടർന്നാണ് 90% പണി പൂർത്തിയായ 44 ഫ്ളാറ്റുകളുടെ നിർമ്മാണവും നിലച്ച് ഇന്നത്തെ സ്ഥിതിയിലായത്. ഇനി എന്തെങ്കിലും രീതിയിൽ സർക്കാർ ഇടപെട്ട് ശരിയാക്കി കഴിഞ്ഞാലും ഇതിൻ്റെ നിർമ്മാണ രീതിയിൽ വന്ന അപാകത ഞങ്ങൾക്ക് വലിയ പേടിയുണ്ട്. കാരണം ഇത്രയും വലിയ കുടുംബങ്ങൾ ഇവിടെ വന്ന് താമസിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. ഇപ്പം നിലവിൽ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പുതിയ സർക്കാർ വന്നതിന് ശേഷം അവരെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തിയിട്ടുണ്ട്, MLA വഴി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ആ പ്രതീക്ഷയിൽ വീണ്ടും ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഇപ്പോഴും. സ്വന്തമായി ഭൂമിയില്ലാത്ത ഭവനരഹിതർ, വാസയോഗ്യമല്ലാത്ത വീടുള്ളവർ, തീരദേശ മേഖലയിലോ തോട്ടം മേഖലയിലോ പുറമ്പോക്കിലോ താൽക്കാലിക വീടുള്ളവർ, ഭൂമിയുള്ള ഭവനരഹിതർ എന്നിവരാണ് ഈ പദ്ധതിയുടെ പ്രധാന ഗുണഭോക്താക്കളായിരുന്നത്. നേതാക്കൾ തെരഞ്ഞെടുപ്പ് കാലത്ത് വാഗ്ദാനമായി പറഞ്ഞ ജീവിതത്തിൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നവരുടെ എക്കാലത്തെയും ജീവിതാഭിലാഷമാണ് ഇങ്ങനെ പരിഹരിക്കാവുന്ന സാങ്കേതിക തടസ്സത്തിന്റെ പേരിൽ ഇല്ലാതാകുന്നത്. സാധാരണക്കാരായ 44 മനുഷ്യരുടെ ജീവിത സ്വപ്നമാണ് എനിക്ക് പുറകിൽ കാട് പിടിച്ചും തുരുമ്പെടുത്തും നശിക്കുന്നത്. സാങ്കേതിക ന്യായങ്ങൾ ഒട്ടേറെ പറഞ്ഞ് ഈ സ്വപ്നമിനി തകർക്കരുത്. കാസർഗോഡ് ബെണ്ടിച്ചാലിൽ നിന്നും ക്യാമറ പേഴ്സൺ സനൽ എളമ്പച്ചിക്കൊപ്പം രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം.